ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. വളരെ ചെറിയെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ്. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും. നമ്മുടെ ഐഫോണിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒന്നാണ്, ഐഫോൺ മാത്രമല്ല എല്ലാ മൊബൈലിലും എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഫുള്ളാകുക. എനിക്ക് ഐഫോൺ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വലിയ കോടീശ്വരനൊന്നല്ല, EMI എടുത്താണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഐഫോണിലാണെങ്കിലും ഏത് ഫോണിലാണെങ്കിലും ചില ആപ്പുകളാണ് നമ്മളെ കൂടുതലായിട്ട് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. എന്ത്? സ്റ്റോറേജ്. ആ സ്റ്റോറേജ് കാർന്നു നിന്നത് ഏതൊക്കെ ആപ്പുകളായിരിക്കും? ഒന്ന് വാട്സപ്പ് ആയിരിക്കും, ഒന്ന് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, ഒന്ന് ടെലിഗ്രാം ആയിരിക്കും, ഒന്ന് ഫേസ്ബുക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഇപ്പോഴത്തെ കാലത്ത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് കുറവാണ്. പിന്നെ ഗെയിംസും ആയിരിക്കും. അപ്പോൾ ഇത്രയും ആപ്പുകളായിരിക്കും നമ്മളെ കൂടുതലായിട്ട് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. സെറ്റിങ്സ് പോവാം. ഏതിൻ്റെ സെറ്റിങ്സിൽ? ഐഫോണിൻ്റെ സെറ്റിങ്സിൽ. ഐഫോണിൻ്റെ സെറ്റിൽ പോയിച്ചാൽ എന്ത് കാണും? ജനറൽ കാണും. ജനറൽ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജനറൽ ക്ലിക്ക് ചെയ്യുക. ജനറൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കാണും? അവിടെ ഐഫോൺ സ്റ്റോറേജ് കാണും. ഐഫോൺ സ്റ്റോറേജ് കാണുമ്പോൾ നിങ്ങൾ എന്ത് കാണും? അവിടെ എന്ത് കാണും? കളർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സ്റ്റോറേജ് എത്ര ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ആപ്പാണ് ഏറ്റവും കൂടുതൽ കാർന്നിരിക്കുന്നത്, കാർന്ന് തിന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആപ്പ് മനസ്സിലായാൽ നിങ്ങൾ ആ ആപ്പിലേക്ക് കയറി പോവാം. കാണാം സെറ്റിങ്സ് പോയി കാണാൻ നിങ്ങൾക്ക് കാണാം സ്റ്റോറേജിന് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. എല്ലാ ആപ്പിലും ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റോറേജ്. ആ സ്റ്റോറേജിൽ അടിയിൽ പോയാൽ നിങ്ങൾ വാട്സപ്പ് ആണെങ്കിൽ അതിൽ കുറേ ഗ്രൂപ്പുകൾ വെറുതെ ഇങ്ങനെ കുറേ ഡിലീറ്റ് കിടക്കുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് അതൊക്കെ അങ്ങ് ഡിലീറ്റ് ആയി കളഞ്ഞേക്കുക. ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് എത്രയാണുള്ളത് നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ടാവും. അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ക്ലിയറായി. ഇത്രയേ പറയാനുള്ളൂ. ഇത് ടിപ്സാണ്, ചെറിയൊരു ടിപ്സാണ്. നിങ്ങൾ ഈസി ആയിട്ട് ക്ലിയർ ആക്കി കളഞ്ഞാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഷോർട്ട് വീഡിയോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ബിൻമേനിയ പ്ലീസ്.